നാരായണീയം ദ്വിതീയ സ്കന്ധം 5-ാം ദശകം 7 മുതലുള്ള ഖണ്ഡികകളുടെ അർത്ഥം. ഭൂമന്മാനസബുദ്ധ്യഹംകൃതിമിള ചിത്താഖ്യവൃത്വന്നിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജൽ ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താം സസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുൽപുരപദേ ശബ്ദോ ജനിത്വദ്ബലാൽ. അല്ലയോ മഹാപുരുഷനായ ഭഗവാനെ, അങ്ങയുടെ ശക്തിയാൽ സത്വഗുണപ്രധാനമായ വൈകാരികാംശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 വൃത്തികളോട് കൂടിയ അന്ധകരണത്തെ സൃഷ്ടിച്ചു. തൈജസ രൂപത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളും സംജാതമായി. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ അപാരമായ ശക്തിയാൽ ആകാശത്തിൻ്റെ വെറുമൊരു തന്മാത്രയായ ശബ്ദം താമസാംശത്തിൽ നിന്നും ജനിച്ചു. ശബ്ദാവ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോതചരസം തോയഞ്ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവപൂർവകലനാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാൽ. ഹേ ഗുരുവായൂരപ്പ, ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും അതിൽ നിന്ന് മാരുതനെയും വീണ്ടും രൂപത്തെയും പിന്നീട് തേജസ്സിനെയും തേജസ്സിൽ നിന്ന് രസം, ജലം എന്നിവയെയും ഗന്ധം, ഭൂമി എന്നിവയെയും അങ്ങ് സൃഷ്ടിച്ചു. ലക്ഷ്മീകാന്തനായ ഭഗവാനെ, ഇങ്ങനെ ആദ്യമാദ്യം വിവരിച്ചവയോടുള്ള സംബന്ധത്താൽ അവയുടെ ധർമ്മങ്ങളോട് ചേർന്നിണങ്ങിയ ഈ ഭൂതസംഘത്തെ അങ്ങ് തന്നെ താമസാംശത്തിൽ നിന്നും സൃഷ്ടിച്ചു. ഏതേ ഭൂതഗണ തഥേന്ദ്രിയഗണ ദേവാശ്ച ജാതാ പൃഥം നോശേകൂർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമേഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തത്വാന്യമൂന്യാവിശൻ ശ്രേഷ്ഠാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം യഥാ. ഈ ഭൂതസമൂഹങ്ങളും ഇന്ദ്രിയഗണങ്ങളും അവയുടെ എല്ലാം അധീശന്മാരായ ദേവന്മാരും വെവ്വേറെ തന്നെ ജാതരായെങ്കിലും ബ്രഹ്മാണ്ഡ നിർമ്മിതിയാകുന്ന മഹാകൃത്യത്തിന് അവരാരും തന്നെ ശക്തരായില്ല. ഇന്ദ്രാദി ദേവന്മാരാൽ നാനാവിധ സൂക്തങ്ങളെ കൊണ്ട് പ്രകീർത്തിക്കപ്പെട്ട അങ്ങ് ഈ തത്വങ്ങളിലേക്ക് സ്വയം പ്രവേശിച്ച് പ്രവർത്തന ശക്തിയെ ഉദ്ദീപിപ്പിക്കുകയും സർവഭൂതങ്ങളെയും ഇന്ദ്രിയങ്ങളെയും സംഘടിപ്പിച്ച് സ്വർണമയമായ ഒരണ്ഡത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലെ തിഷ്ടത്സഹസ്രം സമാ നിർവിന്ദന്നകൃതശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവകൈർ നിശേഷജീവാത്മകോ നിർവാദോസി മരുൽപുരാധിപസമാ ത്രായസ്വ സർവാമയാ. അങ്ങനെ അങ്ങയാൽ തന്നെ നിർമ്മിതമായ അണ്ഡം ആദ്യമേ സൃഷ്ടിച്ചിട്ടുള്ള ജലത്തിൽ 1000 വർഷം സ്ഥിതി ചെയ്തു. അങ്ങ് അതിനെ പിളരുകയും വിരാട് നാമാവായ 14 ലോകങ്ങളുടെ ആകൃതിയിൽ സൃഷ്ടി നടത്തുകയും ചെയ്തു. പിന്നീട് അങ്ങ് ആയിരക്കണക്കിലുള്ള കൈകാലുകളോടും ശിരസ്സുകളോടും കൂടി എല്ലാ ജീവാത്മാക്കളെയും സ്വയം വഹിച്ചുകൊണ്ട് പ്രശോഭിച്ചുകൊണ്ടിരുന്നു. ഹേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങ് എന്നെ സർവ്വരോഗപീഠകളിൽ നിന്നും രക്ഷിക്കണേ.
ശ്രീഹരേ നമഃ.